നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്പാണോ എന്നും നമുക്കറിയില്ല. നമ്മളൊരു ആപ്പ് കണ്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് പരസ്യങ്ങൾ വരും. ചിലപ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ അത് ചോർത്തി കൊണ്ടുപോകും. ചില സമയത്ത് നമുക്ക് ആ ഒരു ആപ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഒരുപാട് ലാഗ് വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചില ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് മുതൽ അങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കും. പല ആളുകളും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, ശേഷം എൻ്റെ ഫോൺ ഹാങ് ആയി കിടക്കുകയാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പ്രത്യേകിച്ച് അത്തരം ആപ്പുകൾ ചില വൈറസുകളോ മറ്റോ ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് സേഫായിട്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിന് കാരണം പ്ലേ സ്റ്റോർ ഓരോ 10 മിനിറ്റിലും ആപ്പുകൾ ചെക്ക് ചെയ്യും. പ്ലേ സ്റ്റോറിനെ കണ്ണുവെട്ടിക്കാൻ വേണ്ടി ഡെവലപ്പർമാർ പല രീതിയിലും ആപ്പുകൾ മോഡിഫൈ ചെയ്യാറുണ്ട്. കാരണം പ്ലേ സ്റ്റോറിൻ്റെ സ്കാനിങ്ങിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് പ്ലേ സ്റ്റോർ മുന്നറിയിപ്പില്ലാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചില ഡെവലപ്പർമാർ ഉടായ്പകളൊക്കെ ചെയ്ത് ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിലേക്ക് വൈറസ് വരികയോ മാൾവെയർ അറ്റാക്ക് നടക്കുകയോ നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ ഫോണിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളത് എങ്ങനെ നേരത്തെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു വെക്കണം. കാരണം നമ്മളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഫോൺ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്പുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനുവേണ്ടി ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പുകളും അതുപോലെ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. കാരണം സാധാരണ നമ്മൾ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിങ്സ് കാണാം, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിൽക്കുക അബൌട്ട് എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കുക അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ, ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയി. സാധാരണ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് സമയമെടുത്ത് MBയും നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് സ്റ്റോറേജ് ഫുള്ളാക്കി അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. ഇനി നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഏതെങ്കിലും ഒരു ആപ്പ് ഇത് കാണിച്ചിരുന്നതിന് വേണ്ടി ഒരു ആപ്പ് ഓപ്പൺ ചെയ്താണ്. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കുക ആസ്ക് പ്ലേ അബൌട്ട് ദിസ് ആപ്പ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ആപ്പിൻ്റെ താഴെ ഭാഗത്തും ഉണ്ടാവും. ഇവിടെ താഴെ ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ആപ്പിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ F21 എൻ്റെ ഓപ്പോ മൊബൈൽ ഫോണാണ്. ഓപ്പോ F21s Pro ആണ്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് എനിക്കിപ്പോൾ ഈ ഫോണിനകത്ത് ഈ ഒരു ആപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഇത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. അല്പം വെയിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കാം. യെസ്, അതെ, ഈ ഒരു ആപ്പ് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതാണെന്നും അതുപോലെ തന്നെ ഈ ഒരു ആപ്പിനകത്ത് നിങ്ങളുടെ ഫോണിനകത്ത് എല്ലാ ഫീച്ചറും വർക്ക് ചെയ്യുന്നു, മാത്രമല്ല ഇതൊരു വെരിഫൈഡ് ആപ്പാണെന്നും കൂടുതൽ ആളുകൾ ഇതിന് നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ വിശദമായിട്ട് ഇതിനകത്ത് ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേപോലെ ആപ്പിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് നോക്കുക ഏതൊക്കെ ഡാറ്റയാണ് നമ്മുടെ ഫോണിനകത്ത് നിന്ന് ഈ ഒരു ആപ്പ് എടുക്കുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കോൺടാക്റ്റ് പെർമിഷൻ എടുക്കുന്നുണ്ട് കാണാം, ലൊക്കേഷൻ എടുക്കുന്നത് കാണാം, ആപ്പിൻ്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും, പേഴ്സണൽ ഇൻഫോർമേഷൻ എടുക്കുമെന്ന് പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ എന്തിനാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതൊരു മീഷോയുടെ ആപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡെലിവറി ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ വേണം. കാരണം ഇത് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി അഡ്രസ്സ് വേണം, നിങ്ങളുടെ പേര് വേണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്ന് കാണുന്നത് നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ നോക്കുക എത്ര റിവ്യൂ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 4.4 റിവ്യൂ ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര പേര് റിവ്യൂ ചെയ്തിട്ടാണ് 4.4 എത്തിയെന്ന് നോക്കണം. ഇവിടെ കാണാൻ അത്യാവശ്യം നല്ല ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ചില ആപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4.5 അല്ലെങ്കിൽ 5 റേറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ 1-2 ആളുകൾ മാത്രമേ റിവ്യൂ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ഒരു ആപ്പിൻ്റെ ഡെവലപ്പർമാരെ തന്നെ റിവ്യൂ ചെയ്തായിരിക്കും. അപ്പോൾ 1-2-3 ആളുകളൊക്കെ അല്ലെങ്കിൽ 10, 20, 30, 50 ആളുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം.
ഒരു 20,000 30,000 മുകളിൽ ആളുകളൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഒരു 4.5 വലിയ 5 റേറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ആപ്പ് അത്യാവശ്യം കുറച്ചൊക്കെ നല്ലതാണെന്ന് പറയാം. ഇതുപോലെ 5 ലക്ഷവും 10 ലക്ഷവും ആളുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടും ഈ ഒരു ആപ്പ് 4 അല്ലെങ്കിൽ 5 റേറ്റിങ്ങിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല മികച്ച ആപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതൊക്കെയാണ് ഇതിനകത്ത് റിവ്യൂ കൊടുത്തതെന്നും എത്രയാണ് റേറ്റിംഗ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ആപ്പ് കാണുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റ ഇടയ്ക്ക് അടിച്ചു പോകും. മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കാലിയാകാൻ ഇതൊരു കാരണമാകും. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.